നമ്മൾ ഇന്ന് മണാലിയിലെ അവസാനത്തെ വീഡിയോ ആണിത്, ലാസ്റ്റ് വീഡിയോ. നമ്മളിപ്പോൾ 3 ദിവസമായി മണാലി വന്നിട്ട്, അപ്പോൾ 4ാമത്തെ ദിവസം നമ്മളിന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ പോകാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ വീരു സോണി ബായ്, നമ്മുടെ എന്താ പറയുക, നമ്മൾ ഹായ് ഹായ്. അപ്പോൾ നമ്മൾ ആദ്യം മാൾ റോഡ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. മാൾ റോഡ്, പിന്നെ അവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ സോലാങ് വാലി ചെയ്തിരുന്നു, പിന്നെ ഹഡിംബാദേവി ടെമ്പിൾ, വശിഷ്ഠ്, അങ്ങനെ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ മാൾ റോഡിലേക്കാണ് പോകുക. മാൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ഷോപ്പിങ്ങിനും മറ്റുള്ള സംഭവങ്ങൾ, ഫുഡ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഈ മണാലി മാൾ റോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, അവിടെ നല്ലൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ മണാലി ഇപ്പോൾ നല്ല എന്താ പറയുക, ഭയങ്കര ട്രാഫിക്കാണ്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സമയമാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണാം, നമ്മൾ മണാലിയിൽ പിന്നെ സോലാങ് വാലി നമ്മൾ പിന്നെ മഞ്ഞിൽ കുടുങ്ങിപ്പോയൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ നമ്മൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അവസ്ഥ ഉണ്ട്, ഇവിടെ ഫുള്ള് ഭയങ്കരമായ ട്രാഫിക്കാണ്. നമ്മളെ മലയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല സ്നോഫോളായിരുന്നു. ഇപ്പോൾ ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്, വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും, കാഴ്ചയോടെ കാണിച്ചു തരാം. പരമാവധി ഡിസംബർ ടൈമിൽ, ഈ ഒരു ടൈമിൽ വരാതിരിക്കുക, കാരണം ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാൾ റോഡിലെ കാഴ്ചകളിലേക്ക്, മാൾ റോഡ് അവർക്ക് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൻവേദ് അവിടെ ബാക്കിൽ. അൻവേ എന്തെങ്കിലും പറ. ഹായ് ഹായ്, ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഹായ് പറ. അൻവയുടെ ബാക്കിലുണ്ട്, അഞ്ചും ബാക്കിലുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉണ്ടോ, ട്രാഫിക് ഉണ്ടോ, ഭയങ്കര ട്രാഫിക്കാണ്. ഇവിടെ മല കാണാൻ പറ്റും. ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന്, ഡൽഹിയിൽ നിന്നും പല സ്റ്റേറ്റിൽ നിന്നും ഇവിടെ വണ്ടി വന്നിട്ട് പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിൽ ആഘോഷിക്കാൻ വന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നുണ്ട്. ഭയങ്കര ട്രാഫിക്കുകൾ, ഒരു സ്ഥലത്ത് പോലും പോകാൻ പറ്റാതെ ഉള്ളൊരു അവസ്ഥയാണ് ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റുക. അത്രത്തോളം വണ്ടികളാണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സൈഡിലാണ് നമുക്ക് കണ്ടോ മലയും പിന്നെ ലോക്കലായ ആൾക്കാരുടെ വീടുകളും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മളിപ്പം പോകാൻ പോകുന്നത് ഓൾഡ് മണാലിയിലെ മാൾ റോഡിലാണ് പോകുന്നത്. മാൾ റോഡ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ. എവിടെ പോകുന്നത് പറ, എവിടെയാണ് പോകുന്നിപ്പോൾ? മാൾ റോഡും പറ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ അല്ലേ. ബുദ്ധനെ കാണാൻ, അൻവയ്ക്ക് ബുദ്ധനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ബുദ്ധനെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. തായ്ലൻഡ് വന്ന് അവിടെ തായ്ലൻഡിൽ ബുദ്ധനെ മിസ് ചെയ്തിട്ടുണ്ട് അല്ലേ അൻവേ? നോക്കിയിട്ട് എത്ര ആൾക്കാരെ നോക്കിയിട്ട് ലഗേജ് എടുത്തിട്ട് ഇപ്പോഴേ, അതായത് രാത്രിയാണ് വോൾവോ. ഇന്ന് രാത്രി നമ്മൾ വോൾവോ കയറിയിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നമ്മൾ ഡൽഹിയിലേക്ക് പോകും. ഇന്ന് രാത്രിയാണ് നമ്മുടെ ബസ് 9 മണിക്ക് ബസ് കയറും. അപ്പോൾ അതിന് മുന്നേ ആൾക്കാർ ഇപ്പോഴേ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്രത്തോളം ട്രാഫിക്കാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡൽഹി എത്തിയതിനു ശേഷം നമ്മൾ ഡൽഹിയിലെ കുറച്ച് കാഴ്ചകൾ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇവിടെയാണ് കേട്ടോ നമ്മളെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, ടിബറ്റൻ മൊണാസ്ട്രീൻ്റെ എൻട്രൻസ് ഇവിടെയാണ്. ശരിയെ കൂടി പോകാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് ക്ലോസ്ഡ് ആണെന്നുണ്ടല്ലേ, ഇവിടെ പോകാൻ പറ്റില്ല. വാ, നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു നോക്കാം. ഇവിടെ കുറേ ടിബറ്റൻ ഫ്ലാഗ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ശരിക്കും ഇവിടെ വരുമ്പോൾ ഒരു എന്താ പറയുക, നമ്മളെ ഒരു ടിബറ്റൻ വൈബ് കാണാൻ പറ്റും ഇവിടെ. നമുക്ക് നോക്കാം എങ്ങോട്ടാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് കണ്ടാൽ അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാർ ജാക്കറ്റും എല്ലാ കാര്യങ്ങളും മേടിക്കുന്നുണ്ട്. एंट्रेंस किधर है? उधर भी है. हाँ, जिप्सी आंटा जिप्सी ടിബറ്റിയൻ ലംപിങ് എന്തെല്ലോ സാധനങ്ങളുണ്ട്, നോക്കാം. അൻവേ നോക്കടാ, അൻവേ എന്താണ്? നമ്മൾ ബുദ്ധനെ കാണാൻ പോവാം. ഇനി കുറേ കാലം ബുദ്ധൻ. അവിടെ ഫ്രൂട്ട്സ് നല്ല അടിപൊളി ജ്യൂസെല്ലാം കിട്ടുന്ന ഷോപ്പുണ്ട്. പച്ചക്കറി മാർക്കറ്റ്, ജാക്കറ്റുകൾ. ഓ, ഇവിടുത്തെ എല്ലാം ആൾക്കാരെ മൊണാസ്ട്രീൻ്റെ എൻട്രൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ ജാക്കറ്റുകളെല്ലാം നോക്കട്ടാ, കണ്ടമാനം ജാക്കറ്റുകൾ വെക്കുന്ന ഷോപ്പുകളുണ്ട് കേട്ടോ. എത്രയാ? ശരിക്കും ഇവിടെയാണ്. ഇവിടെ ഒരുപാട് ബാഗുകളുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെയല്ല, ഇതും ക്ലോസ്ഡ് ആണല്ലോ. ഇതിന് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നോക്കാം.
നോക്കണേ, കമ്പി നോക്കണേ. ആ നമ്മളാ തിബത്യൻ മൊണാസ്ട്രീൻ്റെ എൻട്രൻസിലൂടെ എത്തിയിരിക്കണം. നോക്കാം. അടിപൊളി. ഇത് നമ്മുടെ തായ്ലൻഡിലെ പോലത്തെ ഒരു മൊണാസ്ട്രി പോലെ ഒന്നുമല്ല, വേറെ ലുക്കിലാണ് ഇതിൻ്റെ എൻട്രൻസ് കാണാൻ പറ്റുന്നത് അല്ലേ. അതിൻ്റെ ബാക്കിൽ കുറേ മലയെല്ലാം കാണാൻ പറ്റും. അല്ലോ നമ്മുടെ ഷൂ എല്ലാം കഴിച്ച് നമുക്ക് ഇതിനകത്തേക്ക് കയറി നോക്കാം സംഭവം. വാ, ഹിമാലയൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ബുദ്ധൻ്റെ ഒരു ചെറിയൊരു പ്രതിഷ്ഠ. നമ്മുടെ തായ്ലൻഡിൻ്റെ അപേക്ഷിച്ചൊക്കെ ഇത് വളരെ ചെറുതാണ്, പക്ഷേ ഇവിടെ ഒരുപാട് ബുദ്ധിസ്റ്റ് സംഭവങ്ങളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ സംഭവങ്ങൾ. കീപ് ഡിസ്റ്റൻസ് പ്ലീസ്. എന്തെല്ലോ പ്രതിഷ്ഠകളും മറ്റുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഫോട്ടോ എടുക്കാം. വീഡിയോ ഒന്നും പൈസ കൊടുക്കണം. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പൈസ കൊടുത്താൽ പോരെ. നോ ടച്ച്. ഇവിടെ എന്തെല്ലോ ബുദ്ധിസ്റ്റുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുക. ഇതിൻ്റെ അകത്ത് വലിയ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു ബുദ്ധൻ്റെ ഇരുന്നിട്ടൊരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട്. പിന്നെ അപ്പുറത്ത് അതിൽ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഫോട്ടോ എടുത്തതിൻ്റെ പൈസ നമുക്ക് കൊടുക്കട്ടോ. ഇവിടെ ഫോട്ടോഗ്രാഫിക്ക് 20 രൂപ മേടിക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ എന്തോ സംഭവമുണ്ട്, നമുക്ക് നോക്കിയാൽ. ഹലോ, ഇതിൻ്റെ മേലെ എന്തോ ഒരു സംഭവമുണ്ട്, നമുക്ക് നോക്കാവാ. വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആൾക്കാരായിട്ടോ. എന്ത് മാന്യമായിട്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ കയറണം. ഇതിൽ മെല്ലെ കയറിക്കോ. ഇത് ബുദ്ധൻ്റെ നല്ല അടിപൊളി വ്യൂ ഇവിടെ ഉണ്ട്. ഇവിടെ ശരിക്കും കറക്റ്റ് വ്യൂ വരുന്നുണ്ടോ. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഫ്ലാഗെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ബുദ്ധ സന്യാസികൾ ഇവിടെ എന്തെല്ലോ ബുദ്ധൻ്റെ ഫ്ലാഗോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നല്ല തിബത്തൻ ഫ്ലാഗെല്ലാം വെച്ചിട്ട് നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. നല്ല ഒരു മീഡിയേഷൻ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെ ചെറിയ ചെറിയ റൂമുകളും ബുദ്ധ സന്യാസിമാരുടെ റൂമുകളാണ് തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷേ നല്ലൊരു വൈബ് ഉണ്ട് ഇവിടെ. പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകല്ലേ. കഴിഞ്ഞില്ലല്ലോ. പിന്നെ നെക്സ്റ്റ് പ്ലേസ് കമാൺ. നമുക്ക് സാധനം പഠിക്കണ്ടേ, ഓരോ നേരം തന്നെ പഠിക്കണമല്ലോ. ഇവിടെ തിബത്യൻ മാർക്കറ്റ്, ഓൾഡസ്റ്റ് ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്, A to Z ഐറ്റംസ് 1985 മുതൽ എഴുതിയിട്ട് സംഭവം കിട്ടണം. എന്നിട്ട് ഇതാണ് സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളൊന്നുണ്ട് തിബത്യൻ മാർക്കറ്റ് ഉള്ളത്. ഇതെല്ലാം തിബത്യൻ സാധനങ്ങളാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് സെയിൽ 300 ബാഗ്. നമുക്ക് മേടിക്കാം, കുറച്ചേനും മേടിക്കാം. ഇവിടെ അല്ലേ കുറേ ചെറിയ ചെറിയ ഡേറ്റ്സും മറ്റുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അറിയില്ല, ഒറിജിനലാണെന്ന് അറിയില്ല. കുറേ ഡ്രൈ ഫ്രൂട്ട്സ് പോലെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടെല്ലാം നടന്നിട്ട് പോയി നോക്കിയിട്ട് തരാം. അപ്പോൾ നമ്മൾ മാൾ റോഡിലേക്ക് കൂടി ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് നമുക്ക് പിന്നെ കാണാൻ പറ്റും. സ്ട്രീറ്റിൽ തന്നെ ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വെക്കുന്നതും ഒരുപാട് സംഭവങ്ങളൊക്കെ. ജിലേബി ഉണ്ടോ? ജിലേബി, രസഗുള, പപ്സ്, എന്തെല്ലോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മണാലിയിലെ ഫേമസ് ആയ മാൾ റോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് ഷോപ്പ് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളും ഫുഡ് സ്ട്രീറ്റുകളും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ഫേമസ് വണ്ടി ഓൾട്ടോ, പഹാഡോ കി റാണി എന്നറിയപ്പെടുന്ന ഓൾട്ടോ ആണ് നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മാൾ റോഡിൽ കാല് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് മെയിനായിട്ട് ഫുഡ് ഐറ്റംസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റും. സ്ട്രീറ്റിൽ ഇഷ്ടമാതിരി ഫുഡുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് മേടിക്കാം. ഇവിടെ ഒരു മാൾ റോഡിലൂടെ എന്തൊരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. എന്താ പ്രതിഷ്ഠ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ടെമ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് തിരക്കാണ്, ഭയങ്കര തിരക്കിലൊരു വൈബിനെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്ട്രീറ്റ് ഫുഡ് ഇവിടെ കൊണ്ടിതാ മോമോ സിദ്ധു, അതായത് മണാലിയിലെ ഏറ്റവും ഫേമസ് ആയ ഡിഷാണ് സിദ്ധു എന്ന് പറയും. മോമോസ് സിദ്ധു, ഗുലാബ് ജാമുന്. അപ്പോൾ സിദ്ധു നമുക്കൊന്ന് ട്രൈ ചെയ്യണം. സിദ്ധുവിടെ ഇഷ്ടംമാരുണ്ട്. ഇവിടെ അമൃത്സരി ചോളെ കുൽച്ച എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇവിടെ പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ചോളെ കുൽച്ച ഭയങ്കര ഫേമസ് ആണ്. നമുക്ക്
ഇതാണെന്നുകൊണ്ട് നമ്മുടെ ന്യൂ ഇയറും ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന മണാലിയിലെ മെയിൻ സ്ട്രീറ്റ് എന്ന് പറയും. ഇവിടെ കുറേ സാഷി ഷോപ്പിംഗ് പാലസുണ്ട്, വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ജാക്കറ്റ് ഷോപ്പുകൾ, ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. അതായത് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം കുറച്ച് കഴിഞ്ഞിട്ട്. കൈറോ നൈറ്റ് ക്ലബ്ബും സ്കൈ ബാർ, മണാലിയിലെ നൈറ്റ് ക്ലബ്ബും സ്കൈ ബാറും രാത്രിയാകുമ്പോൾ നല്ല ലൈറ്റ്സ് ഇട്ടിട്ട് ഭയങ്കര സംഭവമായിരിക്കും ഇവിടെ. മണാലിയിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഭയങ്കര സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ സായി ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. നമുക്ക് നോക്കണ്ടോ, കയറി നോക്കാം എന്തെല്ലാം സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. അതോ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പ്, ഇതാ പിസ്ത, ബദാം, വാൾനട്ട്സ് എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് സായി ഡ്രൈ ഫ്രൂട്ട് ഷോപ്പ്. ഇത് വാൾനട്ട്, ഇതാ വാൾനട്ട്, ഇതല്ലേ വാൾനട്ട് ഇനി പറഞ്ഞ ബദാം എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് സാധനം മേടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടത് ഇത് മിക്സ്ഡ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ബദാം ഉണ്ട്, നട്ട്സ് ഉണ്ട്, വാൾനട്ട്സ് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പൈസ എന്ന് പറയുന്നത് 340 ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു പാക്കിന്. ഇതിന് ബദാം എത്ര പൈസ പറഞ്ഞാൽ? ബദാം 360 പറയുന്നുണ്ട്. 360. ഓക്കെ, നമ്മൾ ഇതാ മേടിച്ചാട്ടെ. ഇതാ നോക്കണേ, ഇതിന് 450, ഫിക്സിന് 450 പൈസ വരുന്നുണ്ട് ചെറിയ പാക്കിന്. പിന്നെ അണ്ടിപ്പരിപ്പിന് ലൂസ്, ഇതിൻ്റെ പൈസ എനിക്ക് അറിയാൻ നോക്കണം. പിസ്ത 360, ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മണാലിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു റെസ്റ്റോറൻ്റാണ് ഈ ചോപ്സ്റ്റിക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയറി നോക്കാം. ഇവിടെ കുറേ അവർ സ്പെഷ്യലിസ്റ്റ് ടിബറ്റൻ ഫുഡ്, ഗയോക്കുക്ക്, ഷാബ്, ബക്ലി, ഷപ്ത, ഫിങ്, ഷാ, തുപ്പ, മോമോ, ജപ്പാനീസ് മിസുക്കി, ചെമ്പൂര, സുഷി, സിസ്ലർ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ടിബറ്റൻ ചോപ്സ്റ്റിക് ഒറിജിനൽ ഫുഡ് നമുക്ക് നോക്കാം. അല്ല, ഇതാണ് ആ ഒരു ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റ്. നമുക്ക് അകത്ത് കയറി നോക്കാം. टेबल है क्या? नहीं सर, नहीं फुल है, वेटिंग। हाँ, कितने बाद? हाफ एन आवर फुल हो गया। हाँ ओके, एक टेबल बुक करो। नंबर दे दो। हाँ ओके, ഇതാണ് ഇതിൻ്റെ അകത്തിലെ വൈബ്. മലയാളിയിൽ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞ് എ ഐ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വരികയാണ്. തീൻ കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംമാതിരി സംഭവങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. നോക്കാം, ഇവിടുന്ന് നോക്കാം, ബുക്ക് ചെയ്യാം. 3 लोग बुक कर। हाँ नंबर നല്ല വൈബ്, അകത്തിൽ നല്ല വൈബുണ്ട്. മണാലിയിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് AI പറഞ്ഞെടുത്ത് നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടിയ റെസ്റ്റോറൻ്റാണ് ചോപ്സ്റ്റിക് റെസ്റ്റോറൻറ്റ് മണാലി. ഇവിടെ എല്ലാം ഉണ്ട്. ടിബറ്റൻ, ജപ്പാനീസ്, ചൈനീസ് എന്നീ എല്ലാ ഫുഡും നമുക്കിവിടെ കിട്ടും. ഹോട്ട് ഡ്രിങ്ക്സ്, ടിബറ്റൻ ഹെർബൽ ടീ, ടിബറ്റേറിയൻ പഫ്ഡ് ടീ, ഗ്രീൻ ടീ, ഇതാണ് ഇവിടുത്തെ മെനു എന്ന് പറയുന്നത്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ടുള്ളത് നമ്മുടെ മണാലിയിലെ മോമോസ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത് വെച്ച് കാണിച്ചതാ. നമ്മൾ ഓർഡർ ചെയ്യുന്നത് അപ്പറ്റൈസേഴ്സ്, കുറേ ഡ്രൈ ചിക്കണ്, ടിബറ്റൻ ഡെലീഷ്യസ് ഡിഷസ് ആയ നമ്മുടെ മോമോസ്. ഇതാ ചിക്കൻ മോമോസ് സ്റ്റീംഡ് ഫ്രൈഡ് 10 പീസസ് 250 രൂപ. പിന്നെ ഇവിടുത്തെ മെയിൻ ഫേമസ് എന്ന് പറയുന്നത് മോമോസ് തന്നെയാണ്. മോമോസ് ഉണ്ട്. പിന്നെ തുപ്ക എന്ന് പറഞ്ഞ സംഭവമുണ്ട്. തുപ്ക വെജിറ്റബിൾ ഗയാത്തൂക്ക്, തുപ്ക ചോപ്സ്റ്റിക് സ്പെഷ്യൽ ഗയാത്തൂക്ക്, ഇതാണ് ഇവിടുത്തെ തുപ്ക എന്ന് പറഞ്ഞ സംഭവം. ഒരു നൂഡിൽസ് പോലത്തെ സാധനമാണ് ഈ തുപ്ക എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സാധനം മണലിൽ കിട്ടുന്ന മോമോസ്. പിന്നെ വേറൊരു സാധനം ഉണ്ട്, വെജിറ്റബിൾ ചൗമീൻ എന്ന് പറയുന്ന എന്തൊരു സംഭവമാണ്. അത് ഓർഡർ ചെയ്യാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനൂസ്. ഇത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റാണെന്ന് വിചാരിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പറയാം. ഇതാണ് ചോപ്സ്റ്റിക് റെസ്റ്റോറൻറ്റ്, മാൾ റോഡ്, മണാലി, ഇന്ത്യ. ഏറ്റവും ബെസ്റ്റായിട്ട് AI സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റാണിത്. ഇത് 100% വെജിറ്റേറിയൻ എഴുതിയിട്ടുണ്ട് ഫസ്റ്റ്. പക്ഷേ എല്ലാം നോൺ വെജും വെജിറ്റേറിയൻ എല്ലാം ഹെർബൽ ടീസിലുണ്ട് കേട്ടോ. ടോസ്റ്റ്, മിൽക്ക് ഷേക്സ്, സലാഡ്, എഗ്സ്, അപ്പറ്റൈസർ, ഡ്രൈ ചിക്കൻ, ജപ്പാനീസ് കുസീന്, ടിബറ്റൻ എല്ലാം ഉണ്ടോ. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ചൗമീൻ എന്ന് പറയുന്ന തിബത്യൻ ഡിഷാണിത്. ഉണ്ടോ നൂഡിൽസ്, വെജ് നൂഡിൽസ്. ഫിഷ് ഒന്നും ഇല്ലടാ, ഫുൾ വെജിറ്റേറിയൻ ഡിഷാണ് ഇത്. ചൗമീൻ വന്നിട്ടുണ്ട്. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നോക്കോ കേട്ടോ. അന്വയപ്പെടുന്നത് വായിൽ വെള്ളം വരുന്നത് കേട്ടോ. കുറിച്ചോ നമ്മളെ മണാലിയിലെ ചോപ്സ്റ്റിക്കിലെ തൊക്കെയാണിത്. ടിബറ്റൻ ഡിഷാണിത്. നോക്കാം. ചിക്കനെല്ലാം ചിക്കനിൽ നൂഡിൽസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഡിഷാണ്. സൂപ്പർ സാധനം. കഴിച്ചിട്ട് പറയാം. നമ്മുടെ മണാലി സ്പെഷ്യൽ മോമോസ് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം. ചോപ്സ്റ്റിക്കിലെ മോമോസ് അടിപൊളിയാണെന്നെല്ലാവരും പറഞ്ഞ് നമുക്ക് നോക്കാം. ഇതാടാ അൻവേ
ടേസ്റ്റ് നോക്ക് മോമോ, ടേസ്റ്റ് നോക്കുക. എല്ലാം അടിപൊളിയായിട്ടാണ് മോമോസ് ഞാൻ കഴിച്ചു. പക്ഷേ നല്ല നല്ല അടിപൊളി മോമോസ് ആയിരുന്നു. എന്തായാലും നൂഡിൽസും അതിനകത്ത് എല്ലാം ടിബറ്റൻ ഡിഷസാണ്. നല്ല നിങ്ങൾക്ക് ഒരു ടിബറ്റൻ ഡിഷസ് ഇടുന്നത്. അപ്പോൾ ടിബറ്റൻ ഡിഷസ് ട്രൈ ആണെങ്കിൽ ചോപ്സ്റ്റിക്കിൽ, മണാലി ചോപ്സ്റ്റിക്കിൽ വന്നിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ടുള്ള ഫുഡാണ്. മണാലിയിലെ ബാൾ റോഡിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഞാൻ മറ്റേ AI സെർച്ച് ചെയ്തിട്ട് കിട്ടിയ റെസ്റ്റോറൻറ്റാണ് നമ്മളിവിടെ വന്നത്. നല്ല അടിപൊളി. നമ്മൾ നേരെ അധികം ഈ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. നമ്മൾ നേരെ ഇനിയിപ്പം മണാലിയിലെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വോൾവോ കയറ്റി നമ്മൾ ഡൽഹിയിലേക്ക് പോകും. എന്നിട്ട് ഡൽഹിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടാവും. മണാലിയിൽ ചായ പൊട്ടി കേട്ടോ. നൈറ്റായി ഫുള്ള് വൈബാണ്. ഇവിടുന്ന് ഒരു മാഗി സ്റ്റോറോ എന്താ സംഭവം ഇവിടെ കാണാൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാ. भैया दो चाय दे दो. हाँ भाई बिल्कुल गुस्सा आ रहा है. ചായ ഉണ്ട്, കുടിച്ചോ. നല്ല ചൂടാ. മണാലി. അയ്യോ സാറ് അത് കൊടുത്താലായിട്ടു അടിപൊളി ചായ. അപ്പോൾ ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ മോനെ ഏതാ ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റ്. പൊളി ടേസ്റ്റ്. നൈറ്റിൽ ഫുള്ള് വൈബായിട്ടോ. ഓക്കേട്ടാ, ഒരു രക്ഷയില്ല മണാലി. രാത്രി ഫുള്ള് തിരക്കാണ്, മരണ വൈബാണ്. ഫുള്ള് തിരക്കായിരിക്കുകയാണ്. ഫുള്ള് ഫുഡ് മേടിക്കാം. ബിസ്ക്കറ്റില്ല വേണ്ട, ബിസ്ക്കറ്റ് ഞാൻ മേടിക്കാം. ഈ ചായപ്പൊടി ആയിട്ടുള്ളവരുണ്ടോ? ചായപ്പൊടി ഒരു ബിസ്ക്കറ്റുകളുണ്ട്, പിന്നെ എന്തെല്ലോ സാധനങ്ങളുണ്ട് ഇവിടെ. ഗംഭീരമായ ഷോപ്പ്. മഹാലക്ഷ്മി ടീ സ്റ്റാൾ. എന്താ ഐഡൻസി ഉണ്ടെങ്കിൽ നൈറ്റിൽ ഫുള്ള് നമുക്ക് അവിടുത്തെ കല്ലി പോകും. മണാലി നൈറ്റ് വൈബ്.